നമ്മളോടൊപ്പം നമ്മുടെ ഇൻ-ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് അഞ്ജല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ആദ്യം തന്നെ യു എസ് വിപണിയിലേക്ക് പോയി നോക്കാം. ഇന്നലെ വീണ്ടും ഒരു റെക്കോർഡ് തിരുത്തി കുറിച്ചുകൊണ്ടാണ് നാസ്ഡാക്ക് അതിനോടൊപ്പം തന്നെ S&P 500 സൂചികയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്കിലേക്ക് എത്തുമ്പോൾ തുടർച്ചയായിട്ടുള്ള 6ാമത്തെ സെഷനിലാണ് ഇത്തരത്തിലൊരു റെക്കോർഡ് മുന്നേറ്റം രേഖപ്പെടുത്തുന്നത്. S&P 500 തുടർച്ചയായിട്ടുള്ള 5ാമത്തെ സെഷനിലും. എന്നാൽ ഡൗ ജോൺസ് ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ വിപണികളിൽ ഈ ഒരു ബുള്ളിഷ് റാലി സംബന്ധിച്ച് താങ്കളുടെ ഒരു കമന്റ് എന്താണ്? പ്രധാനമായിട്ടും ഈ സൂചികകളിലൊക്കെ ഇനി വാച്ച് ചെയ്യേണ്ട ഒരു ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, വീണ്ടും ഇന്നലെ നമ്മൾ അമേരിക്കൻ വിപണി ശ്രദ്ധിക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്കിൽ ഓപ്പോസിറ്റ് ഒരു ട്രെൻഡ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. എന്തെന്നാൽ നാസ്ഡാക്ക് ഇൻഡെക്സിൽ വീണ്ടും നമുക്കൊരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചു. ബട്ട് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ വീണ്ടും ഒരു ഫ്ലാറ്റ് ആയിട്ടായിരുന്നു ഒരു ക്ലോസിംഗ് കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് വീണ്ടും ശ്രദ്ധിച്ചിരിക്കുന്നത് 39,600 പോയിന്റ്സ് ആൻഡ് സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് 38,800 പോയിന്റ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇത്രയും വലിയൊരു നേട്ടത്തിനെ തുടർന്ന് മൈ എക്സ്പെക്ടേഷൻ അടുത്ത 2-3 സെഷൻസിൽ നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഒരുങ്ങണം. അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ ഇരിക്കുന്നു. ബട്ട് നാസ്ഡാക്ക് ഇൻഡെക്സിലായി ടെക്നോളജി സ്റ്റോക്സിൽ ഒന്നും തന്നെ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ലോ റിസ്ക് ആയിട്ട് ഒരു അവസരവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ക്രൂഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ക്രൂഡ് എന്നപ്പോൾ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. WTI ക്രൂഡ് ബാരലിന് $81.28 എന്നൊരു നിലയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബ്രെന്റ് $84.47 എന്നൊരു നിലയിലുമാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ ക്രൂഡിൽ നമുക്ക് കഴിഞ്ഞ 3 സെഷൻസിൽ ഒരു നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. നമ്മൾ WTI ക്രൂഡിന്റെ കേസിൽ $80-81 അതായിരിക്കണം നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കേണ്ടത്. ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ $82.55 മുകളിൽ ക്ലോസ് ചെയ്യണം. അപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി എത്തുകയാണ്. ഗോൾഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ 2374.65 എന്നൊരു നിലയിലാണ് വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു റേഞ്ചിനുള്ളിൽ തന്നെയാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഗോൾഡിലുള്ള താങ്കളുടെ ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ ലെവലുകളാണ് ഇനി ഈ ഒരു കമ്മോഡിറ്റിയിൽ ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ടത്? സോ സ്വർണത്തിന്റെ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടായിരുന്നു കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമുക്ക് ട്രേഡിംഗ് കാണാൻ സാധിക്കുന്നത്. എങ്കിലും നമുക്ക് സ്വർണത്തിന്റെ കേസിൽ ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് $2,380 റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 2,395, അതിനെ തുടർന്ന് 2,410, അതിനെ തുടർന്ന് 2,430. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ $2,345 ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. നിഫ്റ്റിയിലേക്ക് എത്തുമ്പോൾ വ്യാപാരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓൾ ടൈം ഹൈ ക്ലോസിംഗ് തന്നെയാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 24,443.6 എന്നൊരു നിലവര ഉയർന്ന നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് അതിന് വളരെ അടുത്ത് നിന്നുകൊണ്ട് 24,433.2 എന്നൊരു നിലയാണ്. ഇന്നലത്തെ ഒരു ത്രൂ ഔട്ട് ദ ഡേ ട്രേഡ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ട്രേഡിംഗ് ആയിരുന്നു നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. ഏകദേശം ഒരു 110 പോയിന്റ്സിൻ്റെ അപ്വേർഡ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പ്രത്യേകിച്ചും ബഡ്ജറ്റൊക്കെ അടുത്തു വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുൾ റാലിക്ക് ഒരു സാധ്യതയുണ്ടോ? നിഫ്റ്റി 50യുടെ കേസ് എടുക്കുമ്പോഴേക്ക് അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഒരു വീക്ക്നെസ് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക. അടുത്ത മേജർ ടാർഗറ്റ് നിഫ്റ്റി 50യുടെ 24,650, അതിനെ തുടർന്ന് 24,900 പോയിന്റും അതിനെ തുടർന്ന് 25,200 പോയിന്റുമായിട്ട് എനിക്ക് റെസിസ്റ്റൻസസ് കാണാൻ സാധിക്കുന്നത്.
അതിനോടൊപ്പം തന്നെ ചോദിക്കും നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടിയാണ്. നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിലും ഇന്നലെ 52,500 എന്നൊരു നില സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. 52,568.8 എന്ന നിലയായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇൻട്രാഡേ ഹൈ നോക്കുകയാണെങ്കിൽ 52,626.6 എന്ന നിലയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഈ ഒരു സൂചികയിൽ താങ്കളുടെ ഫോക്കസിലുള്ള ഓഹരികൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും എഗെയിൻ അണ്ടർടോൺ വളരെ ബുള്ളിഷായിട്ട് തന്നെ തുടരുന്നുണ്ട്. കഴിഞ്ഞ 4 ദിവസത്തെ കറക്ഷന് ശേഷം നമുക്കൊരു വീണ്ടും ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പും ഫോം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിംഗിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 52,720. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 52,900, അതിനെ തുടർന്ന് 53,000, അതിനെ തുടർന്ന് 53,600 പോയിന്റ്. ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ഒത്തിരി ബാങ്കിങ് സ്റ്റോക്സിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. ഇതിൽ HDFC ബാങ്കിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ 4 സെഷൻസിൽ നല്ലൊരു കറക്ഷൻ ആയിരുന്നു നേരിട്ടത്. 1918 നമുക്കൊരു സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണുന്ന 1680. എങ്കിലും ഇന്നലെ നമുക്ക് ഏറ്റവും വലിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ച സ്മോൾ PSU ബാങ്ക്സിലായിരുന്നു. അതിൽ എടുത്തു പറയാനുള്ളത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ കേസിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 62 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ച 63, അതിനെ തുടർന്ന് 64.50. അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കിന്റെ കേസിൽ നമുക്ക് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ഇതിന്റെ കേസിൽ റെസിസ്റ്റൻസ് കാണുന്ന 65 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 68 രൂപ. യൂക്കോ ബാങ്കിന്റെ കേസിൽ നമുക്ക് റെസിസ്റ്റൻസ് കാണുന്നത് 56 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 57, അതിനെ തുടർന്ന് 58 രൂപ 50 പൈസ. യെസ്, ഒപ്പം തന്നെ ഇന്നലത്തെ ഒരു സ്റ്റാർ പെർഫോമറായി മാറിയിരിക്കുന്ന ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിഫ്റ്റി ഓട്ടോ തന്നെയാണ്. ഏതാണ്ട് ഓൾ ടൈം ഹൈക്ക് വളരെ അടുത്ത് വരെ എത്താനായിട്ട് ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ നിഫ്റ്റി ഓട്ടോ സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നതും 2% നേട്ടത്തിലായിരുന്നു. നിഫ്റ്റി ഓട്ടോ സൂചികയുടെ ഒരു ട്രെൻഡ് നോക്കുകയാൽ തുടർച്ചയായിട്ടൊരു അപ് ട്രെൻഡിലാണ് ഈ ഒരു സൂചിക എന്ന് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റി ഓട്ടോ സൂചികയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് പ്രധാനമായിട്ടും ഈ സൂചികയിൽ ഇനി വാച്ച് ചെയ്യേണ്ടത്? നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിന്റെ കേസിൽ അനില പറഞ്ഞതുപോലെ അതിന്റെ ഒരു ഓൾ ടൈം ഹൈ ലെവലിന്റെ വളരെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആ ഒരു ഓൾ ടൈം ഹൈ ഈ ആഴ്ച തന്നെ ബ്രേക്ക് ചെയ്യപ്പെടും. അത് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അവിടെ നിന്നും ഒരു 1000 പോയിന്റിന്റെ നേട്ടമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. ഇതിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില സ്റ്റോക്സ് ആക്ച്വലി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടാറ്റ മോട്ടോർ, മാരുതി. യെസ് സർ, ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മാരുതി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഇന്നലെ മാരുതിയെ സംബന്ധിച്ച് ഒരുപക്ഷെ നിഫ്റ്റി ഓട്ടയും പുതിയ തലത്തിലേക്ക് എത്തിച്ചതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ഒരു സൂചിക അല്ലെങ്കിൽ ഓഹരി എന്ന് പറയുന്നത് മാരുതി തന്നെയായിരുന്നു. മാരുതി ഇന്നലെ നോക്കുകയാണെങ്കിൽ 6.5% നേട്ടത്തിൽ 12,807 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പുതിയൊരു ഓൾ ടൈം ഹൈയിലേക്ക് വരെ എത്തുന്നൊരു സ്ഥിതിയും കണ്ടിട്ടുണ്ടായിരുന്നു. മാരുതി സുസുക്കിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സുസുക്കിയുടെ റെക്കോർഡ് ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്നത് 13,073 രൂപയില്ല. നമ്മൾ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ താമസിക്കാതെ തന്നെ ബ്രേക്ക് ചെയ്യപ്പെടും. നമ്മൾ ഇതിന്റെ ഫൈനാൻഷ്യൽസിലൊക്കെ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. നമ്മൾ അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 11,900 റുപ്പീസിലായിരിക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിലാദ്യമായി സന്തോഷ് എന്ന പ്രേക്ഷകൻ TCFC ഫൈനാൻസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ പുതിയൊരു ഓൾ ടൈം ഹൈ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്തൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനൊരു റൈറ്റ് ടൈം ആണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. TCFCയുടെ കേസ് എടുക്കുമ്പോഴേക്കും റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ എത്തിയതിനെ തുടർന്ന് നമുക്ക് ഒരു വീക്ക്നെസ്സും ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നില്ല. ഈ ഒരു സ്റ്റോക്ക് BSEയിൽ മാത്രമേ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. കഴിഞ്ഞ 4 സെഷൻസിലായിരുന്നു ഇതിൽ വലിയൊരു കുതിപ്പ് നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മുടെ കൈവശം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ളൊരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. സോ അടുത്ത 2-3 സെഷൻസിൽ ഇതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ ചാൻസസ് ഉണ്ട്. അതിനെ തുടർന്ന് ഐ എം എക്സ്പെക്ടിങ് 1 more റാലി ഇൻ ദിസ് സ്റ്റോക്ക്.
റാഷിദ് എന്ന പ്രേക്ഷകൻ NIIT ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സ്മോൾ ക്യാപ്പ് ഓഹരിയാണ് NIIT ലിമിറ്റഡ്. ഓഹരി കഴിഞ്ഞ ദിവസം 1% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. NIIT ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? NIIT ഒത്തിരി ആഴ്ചകളുടെ കറക്ഷന് ശേഷം കഴിഞ്ഞ 5-8 സെഷൻസിൽ നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന് 124 രൂപയിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ദിസ് എ പ്യുവർ ട്രേഡിംഗ് സ്റ്റോക്ക്. ഇതിന്റെ ഫൈനാൻഷ്യൽസിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊരു നോളജ് ഇല്ല. ബട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 130, അതിനെ തുടർന്ന് 140. അജു എന്ന പ്രേക്ഷകൻ മദേഴ്സ് ആൻഡ് സുമി വയറിംഗ് ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഒരു 0.5% നേട്ടത്തിൽ 72.25 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? മദേഴ്സ് ആൻഡ് സുമി കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് നല്ലൊരു ഹെൽത്തി കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ്. ഈ സ്റ്റോക്കിന് 70 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഉണ്ട്. ഇതിൽ നമുക്കൊരു പുതിയ ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 74 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. 74ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 78 രൂപയിലായിരിക്കും. മറ്റൊരു പ്രേക്ഷകൻ ഓൾ കാർഗോ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഏകദേശം 0.5% നേട്ടത്തിൽ 64.55 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓൾ കാർഗോയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി ഓൾ കാർഗോയിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 67 രൂപയുടെ മുകളിൽ ബ്രേക്ക് ഔട്ട് നടത്തണം. 67ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 72, അതിനെ തുടർന്ന് 74 രൂപ 50 പൈസയിലും ആയിരിക്കും. സൗമ്യ എന്ന പ്രേക്ഷക കല്യാൺ ജ്വല്ലേഴ്സുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 497.15 എന്ന നിലയാണ് ക്ലോസിംഗ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കല്യാൺ ജ്വല്ലേഴ്സിലുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? കല്യാൺ ജ്വല്ലേഴ്സ് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരാഴ്ച മുൻപ് ഇതിൽ നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് കഴിഞ്ഞ 6 സെഷൻസിൽ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് നമുക്ക് കാണുന്നത്, കൺസോൾട്ടേഷൻ. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ 507 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 507ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 540, അതിനെ തുടർന്ന് 565, അതിനെ തുടർന്ന് 590. സജി തോമസ് എന്ന പ്രേക്ഷകൻ റെയിൽ വികാസ് നിഗം ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. RVNL ഇന്നലെ ഏകദേശം 4% ഇടിഞ്ഞ് 545 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. RVNL ഇനിയൊരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? RVNLന്റെ കേസിൽ കഴിഞ്ഞ 3-4 സെഷൻസിൽ നമുക്ക് ഒത്തിരി നേട്ടം കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗിൽ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ തന്നെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചു 619 രൂപയിൽ. അതിനെ തുടർന്നായിരുന്നു ഈ സ്റ്റോക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടത്. നമുക്ക് ഇതൊരു ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി നമ്മളൊരു പൊസിഷൻ എടുത്തതായിരുന്നെങ്കിൽ നമ്മൾ കറന്റ് ലെവൽസിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ 2-3 ദിവസത്തെ ഒരു കറക്ഷനും നല്ല സാധ്യതയുണ്ട്. ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 460 രൂപയിലാണ് കാണുന്നത്. ജോർജ് സെബാസ്റ്റ്യൻ എന്ന പ്രേക്ഷകൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു കമന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഏകദേശം 4.5% നേട്ടത്തിൽ 139.6 എന്നൊരു നില വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂണിയൻ ബാങ്കിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? യൂണിയൻ ബാങ്ക് അൺഫോർച്ചുനേറ്റ്ലി അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നു. ഇന്നലത്തെ ഒരു റിക്കവറി നമുക്കൊരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ വിലയിരുത്താൻ സാധിക്കുന്നുള്ളൂ. ഈ സ്റ്റോക്ക് 147 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 155, അതിനെ തുടർന്ന് 160, 165. മധു എന്ന പ്രേക്ഷകൻ PVR ഐനോക്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. PVR ഐനോക്സിലുള്ള താങ്കളുടെ ഒരു കമന്റ് എന്താണ്?
സോ PVR ഐനോക്സിന്റെ കേസിൽ ജൂൺ 4-ാം തീയതിക്ക് ശേഷം നമുക്ക് ഗ്രാജുവലായിട്ട് നല്ലൊരു റിക്കവറി ആൻഡ് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 5-6 സെഷൻസിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ 1440, 1520 ഈ ഒരു റേഞ്ചിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊരു ട്രേഡിംഗ് സ്പെക്കുലേറ്റീവ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 1525 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നമുക്ക് ഒത്തിരി നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ശ്രീകാന്ത് എന്ന പ്രേക്ഷകൻ ഗെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗെയിലിലുള്ള താങ്കളുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? സോ ഗ്യാസ് അതോറിറ്റി അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഇൻഫാക്ട് ഇന്നലത്തെ ട്രേഡിംഗിൽ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ ഈ സ്റ്റോക്കിലും നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചു. 234 രൂപ 10 പൈസ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ നിലനിർത്തുക. ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് ആഫ്റ്റർ 235, 239 ആൻഡ് സപ്പോർട്ടായിട്ട് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു മേജർ സപ്പോർട്ട് ഏരിയ 216 രൂപ. പ്രണവ് എന്ന പ്രേക്ഷകൻ ഇൻഡസിൻഡ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്ന് ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇൻഡസിൻഡ് ബാങ്കിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി ഇൻഡസിൻഡ് ബാങ്കിന്റെ കേസിലും അണ്ടർടോൺ ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 1418. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. ഇതിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 1463 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1510 രൂപയിലായിരിക്കും. ഷക്കീർ എന്ന പ്രേക്ഷകൻ ടാറ്റ ടെക്നോളജീസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% നേട്ടത്തിൽ 1013 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ ടെക്കിൽ ഏതെങ്കിലും തരത്തിലൊരു ലോ റിസ്ക് ബൈയിങ് അവസരമുണ്ടോ? ടാറ്റ ടെക്നോളജി അഗെയിൻ ലിസ്റ്റിംഗിന് ശേഷം തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിട്ട ഒരു സ്റ്റോക്ക് ടാറ്റ ടെക്നോളജി. ഈ സ്റ്റോക്കിൽ 980 രൂപയിൽ നല്ലൊരു സപ്പോർട്ട് ലെവൽ ഫോം ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും അറ്റ് ദ മൊമെന്റ് ഇതിന്റെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഇതൊരു വാല്യൂ സ്റ്റോക്ക്, ലോങ് ടേം വാല്യൂ സ്റ്റോക്ക് ആയിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. നമ്മൾ ഈ കമ്പനിയിൽ നമ്മൾ ഒത്തിരി ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ കറണ്ട് ലെവൽസിൽ തന്നെ നമുക്കൊരു കോൺട്രേറിയൻ വ്യൂവിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാം. ബട്ട് നമുക്ക് ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ 1045 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ CDSLുമായി ബന്ധപ്പെട്ടുള്ളൊരു താങ്കളുടെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. CDSL ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം 0.5% ഇടിവിലായിരുന്നു. 2301 രൂപ എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. CDSL ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? CDSL അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 5-8 സെഷൻസിൽ നമുക്ക് നല്ല ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസുകൾ 2364 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 2480. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം 2550, 2600 രൂപയും. രാജു അഗസ്റ്റിൻ എന്ന പ്രേക്ഷകൻ NHPC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 2.5% നേട്ടത്തിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. NHPC ലിമിറ്റഡിലുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? NHPC ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ നമുക്ക് കഴിഞ്ഞ 3 മാസമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ 111 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഒന്നിലധികം പ്രേക്ഷകർ IRFCയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനും IRFCക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. IRFCയിലുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ആൻഡ് ഗെയിലിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ആദ്യ നിമിഷങ്ങളിലായിരുന്നു ഇന്നലെ പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. കൈവശം ലോങ് പൊസിഷൻ ലോങ് ടേമിന് വേണ്ടിയാണെങ്കിൽ കണ്ടിന്യൂ ടു ഹോൾഡ് ഓൺ ടു ദ പൊസിഷൻ.
ബട്ട് ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ പൊസിഷൻ എടുത്തതായിരുന്നെങ്കിൽ നമുക്ക് കറന്റ് ലെവൽസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ലോ റിസ്ക് ആയിട്ട് അറ്റ് ദ മൊമെന്റ് ഇതിൽ ഒരു ബൈയിങ് അവസരവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. നിവേദിത എന്ന പ്രേക്ഷക സുസ്ലോണുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സുസ്ലോണിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. സ്റ്റോക്കിന്റെ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് 57 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്നും വീണ്ടും ഒരു 3 മുതൽ 5 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. നിതിൻ എന്ന പ്രേക്ഷകൻ അദാനി പവറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അദാനി പവർ ഇന്നലെ 4% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. അദാനി പവറിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? സോ അദാനി പവറിൽ കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് നമുക്ക് നല്ലൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷനാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് ഇന്നലത്തെ ആ ഒരു നല്ലൊരു ക്ലോസിനെ തുടർന്ന് നമുക്ക് ആ ഒരു കറക്ഷൻ ഫേസ് അവസാനിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ 750 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 810, അതിനെ തുടർന്ന് 840. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 680 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ജോയ് മട്ടത്തിൽ എന്ന പ്രേക്ഷകൻ ABB ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ABB ഇന്ത്യ ലിമിറ്റഡിലുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഇന്ത്യ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. അടുത്ത മേജർ റെസിസ്റ്റൻസ് 8810. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ കാണാൻ സാധിക്കും. മറ്റൊരു പ്രേക്ഷകൻ FACTയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1.5% ഇടിവിലായിരുന്നു FACT വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. FACTയിലുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? So FACT, Paradeep Phosphate, Madras Fertilizer, National Fertilizers മുതലായ സ്റ്റോക്കിലൊക്കെ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കാര്യം എന്തെന്നാൽ വീണ്ടും കഴിഞ്ഞ 5-8 സെഷൻസിൽ നമുക്ക് ഒത്തിരി നേട്ടം കാണാൻ സാധിച്ചിരുന്നു. FACTയുടെ സ്പെസിഫിക് കേസിൽ 1180 രൂപയിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. സാറിനെ ഫ്രീയാക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് സെബിൻ എന്ന പ്രേക്ഷകൻ പൂനാവാല ഫിൻകോർപ്പുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. പൂനാവാല ഫിൻകോർപ്പുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി പൂനാവാല ഫിൻകോർപ്പിന്റെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഒരു ബൈയിങ് ട്രിഗറും ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. 450 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ് ഫോർ ദിസ് സ്റ്റോക്ക്. സോ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. ബട്ട് എൻ്റെ അടുക്ക ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ്സിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ആ ഒരു സ്റ്റോക്കിൽ ഇന്ന് ശ്രദ്ധിച്ചിരിക്കുക. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് വരുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. എന്നാലും കഴിവിൻ്റെ പരമാവധി ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും വീണ്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. വീണ്ടും മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.